ഒരു കാര്യത്തിനും ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായത്തിന് യാതൊരു വിലയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു പൊതുവായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അതായത് ഒരു ഷോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിനിമ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ അഭിപ്രായം അതാണല്ലോ അഭിപ്രായം. നമ്മൾ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയാണല്ലോ. 100 പേരുണ്ടെങ്കിൽ 51 പേര് വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കും, 49 പേര് വോട്ട് ചെയ്യുന്ന ആൾ തോൽക്കും. പക്ഷേ 49 പേരുടെ വോട്ടിന് വിലയില്ലാതൊന്നുമില്ല അവിടെയുണ്ട്. അതുപോലെ ഷോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, മോശം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ആ മോശം എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ. അതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു അഭിപ്രായനോട് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതങ്ങനെ അധികം കണ്ടിട്ടില്ല, വളരെ കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് കാണുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് ഷോ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ. അതിപ്പോൾ പൊതുവെ കണ്ടന്റ് ഫോക്കസ്ഡ് ആവുന്നു. അതായത് 2 പേരിലേക്ക് ഫോക്കസ്ഡ് ആയി. ഇപ്പൊ ഇന്നലെ ഒരാൾ ഔട്ടായി. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് നല്ലോണം പണിയറിയാവുന്ന ആൾക്കാരാണ് ഇത് നടത്തുന്നത്. അപ്പം അവർക്ക് ഇതിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരാനും ആൾക്കാർ ഇപ്പം TRP ഒക്കെ ഭയങ്കര കൂടുതലാണ്. ആലോചന ഷോ ഭയങ്കര ഹിറ്റാണ്. നമ്മൾ അതിനെയൊന്നും അങ്ങനെ വളരെ കുറിച്ച് കാണുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പം നമുക്ക് വിശക്കുമ്പം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സാധനം ആഹാരമാണ്. അത് നമ്മുടെ ശരീരം നന്നായി വരാൻ ഏറ്റവും വേണ്ടപ്പെട്ട ആഹാരമാണ്. പക്ഷേ ആഹാരം വിഷമായില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം വിഷമായി കഴിഞ്ഞാൽ അത് ശരീരത്തിന് എപ്രകാരം ദോഷകരമായി ബാധിക്കുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടന്റുകൾ. ആ കണ്ടന്റുകൾ മോശമാവാൻ പാടില്ല. അപ്പം അത് സമൂഹത്തിനും മോശമാവും, കാണുന്ന ആൾക്കാർക്ക് മോശമായിട്ട് ബാധിക്കും. നെഗറ്റിവിറ്റിയാണ് അവിടെ കൂടുതൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പറയുന്നത് ഇത്തവണ കപ്പ് ജാസ്മിനിലേക്ക് ഞാൻ ജ്യൂസ് കുടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ജിൻഡോ, ജാസ്മിൻ തുടങ്ങിയ പേരുകളാണ്. അല്ല, ജിൻഡോ ഒക്കെ നല്ല മത്സരാർത്ഥികളാണെന്ന് പ്രേക്ഷകർ പറയുന്നു. ഞാൻ പറഞ്ഞു ഇത് കാണാത്ത ഒരാൾ ഞാൻ അഭിപ്രായം പറഞ്ഞത് അങ്ങനെ കറക്റ്റ് ആവത്തില്ല. എനിക്ക് ആകെ പറയാൻ പറ്റുന്ന അഭിപ്രായം, പൊതുജന അഭിപ്രായം അഖിലേട്ടൻ കണ്ടത് എങ്ങനെ പോകുന്നു, അഖിലേട്ടനോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞ് ഇതൊക്കെ പറയാൻ പറ്റും. നമ്മൾ കണ്ടിടത്തോളം അരോചകമാണ് തുടക്കം. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയാൻ വയ്യ. മുമ്പൊക്കെ കണ്ടിടത്തോളം ഇച്ചിരി മോശമായിട്ട് ഫീൽ ചെയ്യും. പുള്ളി സത്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്രണയമായാലും സൗഹൃദമായാലും ഞാൻ ഒരിക്കലും പ്രേമിക്കുന്നതിനെതിരൊന്നുമല്ല. ബിഗ് ബോസിനകത്ത് പ്രേമിക്കണം. പക്ഷേ അതേസമയം ഇതിനകത്ത് വേറെ രസം ഞാൻ പറയട്ടെ. ഇപ്പോൾ ഈ ഒരാണും പെണ്ണും തമ്മിലുള്ള പ്രണയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്ത് പുറത്ത് ചർച്ച ചെയ്യുന്ന അതേ ആൾക്കാർ തന്നെ 2 പേർ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നും ഗ്രൂപ്പാണെന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നല്ല സൗഹൃദമായിരുന്നു ഞാനും ഷിജേട്ടനും തമ്മിൽ. അത് ഞങ്ങൾ ഗ്രൂപ്പ് കളിക്കുന്നതെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം 2 പേര് പ്രേമിച്ച് ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതായത് സൗഹൃദം അവിടെ പാടില്ല, പ്രേമം പാടുണ്ട് എന്നുള്ള കാഴ്ചപ്പാടില്ലേ. എല്ലാവരും അവരുടെ ഇഷ്ടങ്ങളെ ഞാൻ മാനിക്കും. പറഞ്ഞ ചില വാക്കുകളെ മാത്രം എടുത്ത് സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല അങ്ങനെ പറയുന്നുണ്ട്. ലാസ്റ്റ് ഇതിനെ എങ്ങനെ നോക്കി കാണാം? പല കോണിൽ നിന്ന് ചേട്ടൻ ആവർത്തിച്ച് എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. ഇപ്പം ഇതിലേക്ക് ഓഡിഷന് വന്ന ആൾക്കാർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട് ചില ആൾക്കാർക്ക്, അതായത് അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്, സ്ത്രീകളെ ഉപയോഗിച്ചു എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അതായത് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ഉപയോഗിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ സാമ്പത്തികമായിട്ട് ഉപയോഗിച്ചു, അങ്ങനെയാണ് പറഞ്ഞത്. നാളെയിൽ അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് നമ്മൾ സമൂഹത്തിലേക്ക് പറയുന്നത്. അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ നാളെയും ഇത് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ സാധാരണ നമ്മളെ മീറ്റു എന്നൊരു ആരോപണം നമ്മൾ കൊണ്ടാണ് ഒരു പെൺകുട്ടിയെ ആരെങ്കിലും എവിടെയെങ്കിലും പീഡിപ്പിച്ചാൽ ഞങ്ങളും അതിൻ്റെ ഭാഗമാണെന്ന് പറയും. ഇപ്പം നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ക്യാമ്പയിനാണ് ഞങ്ങളില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരും പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ലൈവിലായാലും സെക്കൻഡ് ലൈവിലായാലും ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴായാലും ആവർത്തിച്ച് ഞാൻ പറഞ്ഞ കാര്യമാണ്. കുറച്ച് പേർക്ക് ഇങ്ങനെ വിഷമം നേരിടേണ്ടി വന്നിട്ടുണ്ട് ചില ആൾക്കാരിൽ നിന്ന്. അപ്പം അതിനെ എന്തിനാണ് ജനറലൈസ് ചെയ്യുന്നത്? നമുക്ക് ഒരു വ്യക്തിയെ പറയുന്നത് ജനറലൈസ് ചെയ്യുന്നത് എനിക്കൊരു യോജിപ്പില്ല. എന്ത് പറഞ്ഞാലും ജനറലൈസ് ചെയ്തത് മൊത്തത്തിലാക്കി മാറ്റുക, അത് പരിഗതിയും പരഗതിയില്ലാതെ വരുമ്പോൾ സപ്പോർട്ടാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. 3 പെൺകുട്ടികൾ പരസ്യമായി രംഗത്ത് വന്നു. ഇത്തരം ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് 3 പേര് പരസ്യമായി രംഗത്ത് വന്നു. അവർക്ക് ഒരു പിന്തുണയും കൊടുക്കാതെ എന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് നടക്കുകയാണ് ഇവർ. അപ്പം ഇത് ഞാൻ പറഞ്ഞൊരു വിഷയം സത്യമാണ് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയല്ലേ ഈ പുറത്തേക്ക് ആൾക്കാർ വന്നത്. പിന്നെ പെൺകുട്ടികളുടെ പേര് പറയാം. അതെങ്ങനെ പേര് പറയാൻ പറ്റും? ഞാൻ നിന്നോട് പേര് പറയാം, പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? വിഷയം പറ്റില്ല. നമുക്ക് നമ്മുടെ നിയമപ്രകാരം നമുക്ക് അങ്ങനെ പേര് പറയാൻ പറ്റില്ല. പിന്നെ ആരോപണ വിധേയരുടെ പേര് പറയാൻ ചോദിക്കുന്നു. ആരോപണ വിധേയരുടെ പേര് ചാനലിലാണ് നമ്മൾ പറയേണ്ടത്. അവരുടെ ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അവരാണ് നമ്മോട് ചോദിക്കേണ്ടത്. കാര്യം അവർക്കല്ലേ എന്നെ നാണക്കേട്, പബ്ലിക്കിനല്ലല്ലോ. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇനി അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ, എന്തായാലും കാണിക്കട്ടെ. നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ഇതൊന്നും പറയാൻ പോകാതിരിക്കുന്ന ഈ നാടിന് നല്ലത്. അമ്മയെ തല്ലിയാലും 2 പക്ഷം ഉണ്ടെന്ന് പറയുന്നതാണ്.
നാളെ ഈ രീതിയിൽ പോകുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട. അതോടൊപ്പം തന്നെ സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് നീതി ലഭിക്കണം. ഈ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. എനിക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടാകണമെന്ന് ഇപ്പം എൻ്റെ കൂട്ടുകാർ എൻ്റെ ഓക്കെ താങ്ക് യു